السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات. الله سبحانه وتعالى നമ്മെ എല്ലാവരെയും സ്വീകരിക്കട്ടെ. സ്വർഗലോകത്ത് അല്ലാഹു നമ്മുടെ വിവാഹ കുടുംബ ബന്ധങ്ങളെ അല്ലാഹു സന്തോഷത്തിലും റാഹത്തിലും ആക്കി തരട്ടെ. 3 ത്വലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീയുടെ ഹുക്കുമാണ്. മുത്തലാഖ് വിവാദങ്ങളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ഇന്ത്യയിലെ പുതിയ നിയമപ്രകാരം 3 ത്വലാഖ് ഒന്നിച്ച് ചൊല്ലിയാലും 3 സംഭവിക്കൂല എന്നാണ്. അങ്ങനെ ചില ദമ്പതികളൊക്കെ കോടതിയുടെ ആനുകൂല്യത്തിൽ ഒന്നിച്ച് ജീവിക്കുന്നുണ്ട്. 3 ത്വലാഖും ചൊല്ലിയാൽ 3 സംഭവിക്കും എന്നത് പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ലാത്ത വിഷയമാണ്. 4 ഇമാമുകളും ആ വിഷയത്തിൽ യോജിച്ചിട്ടുണ്ട്. പല അഭിപ്രായങ്ങൾ നമുക്കിങ്ങനെ ഹദീസുകളും മറ്റുമൊക്കെ പരിഗണിച്ചാൽ ചിലപ്പോൾ കിട്ടാൻ മതി. പക്ഷേ ലോകം 4 മദ്ഹബുകൾ അംഗീകരിച്ചാണ് ഈ 4 മദ്ഹബുകളും ഇതൊക്കെ കണ്ടു മനസ്സിലാക്കിയും അവസാനം തീരുമാനത്തിലെത്തിയത് 3 ത്വലാഖും ചൊല്ലിയാൽ 3 സംഭവിക്കും എന്നാണ്. 2 ചൊല്ലിയാൽ 2 സംഭവിക്കും, 1 ചൊല്ലിയാൽ 1 ചൊല്ലും. അതിനാണല്ലോ ഇപ്പോൾ ആ ഹുക്കുമ്. 3 ത്വലാഖ് ചൊല്ലിയാൽ പിന്നെ 1 സംഭവിക്കും എന്നാൽ എങ്കിലും 3 ത്വലാഖ് ഇസ്ലാമിൽ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. 1 2 വെച്ചാൽ മതിയല്ലോ. 3 വെക്കേണ്ട യാതൊരു കാര്യമില്ലല്ലോ. 3 വെച്ചെന്തുകൊണ്ടാ 3 സംഭവിക്കുന്നുണ്ട്. 3 വരെ വെച്ചെന്തുകൊണ്ടാ 4 ചൊല്ലിയാൽ 3 സംഭവിക്കും എന്നുകൊണ്ട്. ഓക്കെ. ഫസ്ലുൻ ഫീ ഹുക്മിൽ മുത്തല്ലഖതി ബിസ്സലാസ്. 3 ത്വലാഖ് ചൊല്ലിയ ഒരാൾക്ക് അയാൾ ത്വലാഖ് ചൊല്ലിയ പെണ്ണിനെ നിക്കാഹ് ചെയ്യണമെങ്കിൽ മറ്റൊരാൾ എന്ത് ചെയ്യണം? അവളെ വിവാഹം ചെയ്യണം എന്നതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവളെ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ. ഹറുമ ലിഹുറിൻ, ഒരു സ്വതന്ത്രനായ മനുഷ്യന് ഹറാമാണ്. മൻ, ഒരു സ്ത്രീ, ത്വല്ലഖഹ, അയാൾ അവളെ ത്വലാഖ് ചൊല്ലി, വലൗ ഖബലൽ വത്തിന് മുമ്പാണെങ്കിൽ പോലും, സലാസിന് 3 വട്ടം ത്വലാഖ് ചൊല്ലിയ സ്ത്രീ ഹറാമാണ്. അടിമക്ക് മൻ ത്വല്ലഖഹ സിൻതൈനി, 2 ത്വലാഖ് ചൊല്ലിയ സ്ത്രീ അടിമക്കും ഹറാമാണ്. നിക്കാഹിലോ പല നിക്കാഹിലോ ആയിട്ട്, ഒരു നിക്കാഹിലാവാം അല്ലെങ്കിൽ പല നിക്കാഹിലാകാം. 3 ത്വലാഖ് ചൊല്ലി, അടിമൻ്റെ കാര്യത്തിലാണെങ്കിൽ 2 ത്വലാഖ് ചൊല്ലിയ പുരുഷന് ആ സ്ത്രീയെ വിവാഹം ചെയ്യൽ ഹറാമാണ്. ആ സ്ത്രീ ഹറാമാണ്. ഹത്താ തൻകിഹ സൗജൻ ഗൈറഹു ബിനിക്കാഹിൻ സ്വഹീഹിൻ, ശരിയായ നിക്കാഹിലൂടെ മറ്റൊരു ഭർത്താവിന് അവൾ വിവാഹിതയാകുന്നത് വരെ. വിവാഹിതയായാൽ മാത്രം പോരാ, വയൂലജ ബിഖുബരിഹ ഹഷ്വത്തൻ മിൻഹു ഔ ഖദ്റുഹ മിൻ ഫാഖിദിഹ മഫ്തിലാദില്ലി ബിക്രിൻ സുമ്മ യുതല്ലഖഹ വതൻഖദി ഇദ്ദതുഹ മിൻഹു കമാ ഹുവ മഅലൂമൻ. ഇയാൾ അവളെ സംയോഗം ചെയ്യുന്നത് വരെ, സംയോഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ ദക്കറിൻ്റെ ഹഷ്വ പ്രവേശിക്കുക, മാർക്കല്യാണം കഴിക്കുന്ന സ്ഥലം, സുന്നത്ത് കഴിക്കുന്ന സ്ഥലം, അതിനാണ് ഹഷ്വ എന്ന് പറയാം. ഇനി ദക്കറില്ലാത്ത ഒരാളാണെങ്കിൽ അതിൻ്റെ അളവ് പ്രവേശിക്കുക. ബിക്കറാണെങ്കിൽ അവളുടെ കന്യകത്വം വരെ നഷ്ടപ്പെടണം. കാരണം നമ്മൾ പറഞ്ഞല്ലോ, വത്ത് ചെയ്യുന്നതിന് മുമ്പ് ഒരു പെണ്ണിനെ 3 ത്വലാഖ് ചൊല്ലിയാലും ആ പെണ്ണിനെ വിവാഹം കഴിക്കണമെങ്കിൽ മറ്റു വിവാഹം ചെയ്യണം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവൾ ബിക്കറായിരിക്കുമല്ലോ. ഇഫ്തിലാദുല്ലി ബിക്കർ എന്നാണ് പറയുക. ഇഫ്തിലാദ്, കന്യകത്വം നഷ്ടപ്പെടുത്തുന്നതിന്. ഇങ്ങോട്ട് പിന്നെ അയാൾ ത്വലാഖ് ചൊല്ലി ഇദ്ദ കഴിയണം. യൂലജ ബി ഖുബരിഹ, അവരുടെ മുന്തുവാരത്തിൽ ഹഷ്വ പ്രവേശിപ്പിക്കപ്പെടുന്നത് വരെയും, മിൻഹു അയാളുടെ, ഔ ഖദ്റുഹ അല്ലെങ്കിൽ അതിൻ്റെ അളവ്, മിൻ ഫാഖിദിഹ അതില്ലാത്തയാൾക്ക്,
ഏതോടുകൂടെ മഹ്തിദാദില്ലി ബിക്രിന്, ബിക്രായ സ്ത്രീയാണെങ്കിൽ അവളുടെ കന്യകത്വം നഷ്ടപ്പെടുത്തുന്നതോടുകൂടെ. സുമ്മ യുതല്ലിഖഹ, പിന്നെ തങ്കിഹനോട് കത്ഫ് നിക്കാഹ് ചെയ്യുകയും സുമ്മ യുതല്ലിഖഹ, പിന്നെ അവളെ തലാഖ് ചെല്ലുകയും ചെയ്യുന്നത് വരെ. വ തൻഖദിയ ഇദ്ദത്തുഹ മിൻഹു, എന്നിട്ട് അവളെ ഇദ്ദ കഴിയുന്നത് വരെയും. കമാഹുവ മാലൂം, അതെല്ലാവർക്കും അറിയാം. ഇതൊരു ശിക്ഷയാണ്. 3 തലാഖ് ചെല്ലാൻ ആരും മുന്നോട്ട് വരരുത് എന്നുള്ളതിനുള്ള. ഷർത്തു കൗനിൽ ഇലാജി ബിന്തിഷാരിൻ ലിദ്ദക്കരി, പുരുഷൻ അവൻ്റെ ലിംഗത്തിൻ്റെ ഉദ്ധാരണത്തോടു കൂടി തന്നെയായിരിക്കണം അവിടെ സംഭോഗം ചെയ്യേണ്ടത്. ഈലാജിൻ്റെ ഷർത്ത്, ലിംഗം പ്രവേശിപ്പിക്കുന്നതിൻ്റെ ഷർത്ത് ഇന്തിഷാർ ഉണ്ടാവണം എന്നുള്ളതാണ്. അതൊക്കെ ഉദ്ധാരണം ഉണ്ടാകണം. മാഹു വൈൻകല്ല, കുറച്ചാണെങ്കിൽ പോലും. ഔ ഒഈന ബിനാബി ഇസ്ബൈൻ, അല്ലെങ്കിൽ വിരൽ പോലോത്തതിൻ്റെ സഹായത്തോടു കൂടെയാണെങ്കിൽ പോലും. ഇനി വലാ ഇസ്തർ ഇൻസാലും, ശുക്ലസ്ഖലനം ഷർത്തില്ല കേട്ടോ. ഈ നിയമമെല്ലാം പറഞ്ഞത് ലിൽ ആയത്തി, വദാലിക്കലായ പരിശുദ്ധമായ ഖുർആനിൽ ആയത്തുണ്ട്. ഹത്താ തൻകിഹ സൗജൻ ഗൈറഹ, എന്തിനാണ് ഇങ്ങനെ ഒരു നിബന്ധന വെച്ചത്? 3 തലാഖ് ചെല്ലിയാൽ പിന്നെ മറ്റൊരു വിവാഹം കഴിഞ്ഞിട്ടേ വിവാഹം കഴിക്കാൻ പറ്റും എന്നുള്ളത് വിവാഹത്തെ ഒരു ഗൗരവത്തിലെടുക്കാൻ വേണ്ടി തന്നെ. വൽ ഹിക്മത്ത് ബിസ്ത്രാത്തി തഹ്ലീൽ, ഈ പറയുന്ന ഇതിൻ്റെ പേര് തഹ്ലീൽ എന്നാണ്. മറ്റൊരു ഭർത്താവ് ഹലാലാക്കി കൊടുക്കുക എന്നാണ്. ഇനി ഇയാൾക്ക് ഹലാലാകണമെങ്കിൽ വേറൊരാൾ കല്യാണം കഴിക്കണം. അപ്പോൾ അയാൾ മുഹല്ലിലായി. തഹ്ലീൽ ഷർത്താക്കിയതിൻ്റെ ഹിക്മത്ത് അത്തംഫീറു, മനുഷ്യനെ അകറ്റലാണ്, ഭർത്താക്കന്മാരെ അകറ്റലാണ്, വെറുപ്പിക്കലാണ്. നിസ്തീഫായിമായ അമ്രിക്കുഹോ, അയാളുടെ ഉടമസ്ഥതയിലുള്ള മുഴുവൻ കാര്യങ്ങളും എടുക്കുന്നതിനെ തൊട്ട്. പിന്നെ തലാഖിൽ നിന്ന് അയാളുടെ അധികാരത്തിലുള്ളത് മുഴുവനും വിനിയോഗിക്കുന്നതിന് അകറ്റുക എന്നുള്ളതാണ് ലക്ഷ്യം. തലാഖ് ചെല്ലുകയാണെങ്കിൽ ഒരു വിധത്തിന് 3 ചെല്ലരുത്, 1 ചെല്ലുകയാണെങ്കിൽ 2 ചെല്ലുക, അതിലപ്പുറം പറ്റൂല. ഇനി പെണ്ണും ആണും തമ്മിൽ, അല്ലെങ്കിൽ ആൾക്കാർ തമ്മിൽ തർക്കമായി, തഹ്ലീൽ കഴിഞ്ഞിട്ടുണ്ടോ അല്ലേ? പെണ്ണ് പറഞ്ഞു തഹ്ലീൽ കഴിഞ്ഞിട്ടുണ്ട്, അവളെ വാക്കാണ് സ്വീകരിക്കുക. യഖ്ബലു ഖൗലഹ, ആദ്യ ഭർത്താവിന് ഇവളെ വിവാഹം കഴിക്കണം. അപ്പോൾ അവൾ പറഞ്ഞു തഹ്ലീൽ കഴിഞ്ഞിട്ടുണ്ട്, എന്നാൽ അവളെ വാക്ക് സ്വീകരിക്കപ്പെടും. ഈ തഹ്ലീലിൻ്റെ വിഷയത്തിൽ വങ്കിദാ ഇദ്ദത്തിൻ, ഇദ്ദ കഴിഞ്ഞിട്ടുണ്ട് എന്ന വാദവും. പക്ഷേ സാധ്യത വേണം, നിശ്ചയമാസമൊക്കെ വേണമല്ലോ. വൈൻ കദബഹസ്ഥാനി, രണ്ടാമത്തെ ഭർത്താവ് അവളെ കളവാക്കിയാൽ പോലും. ഫി വത്ഇഹി ലഹ, അയാൾ അവളെ വത്ത് ചെയ്തിട്ടുണ്ട് എന്ന വിഷയത്തിൽ രണ്ടാമത്തെ ഭർത്താവ് കളവാക്കിയാൽ പോലും തഹ്ലീൽ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവളെ വാക്കാണ് സ്വീകരിക്കപ്പെടുക. ന്യൂസിൽ ഇസ്ബാത്തിക്കാൻ സ്ഥിരപ്പെടുത്താൻ സാധ്യതയില്ലാത്തതുകൊണ്ട്, പ്രയാസമായതുകൊണ്ട്. ഇനി അപ്പോൾ വൈദദ്ദാഅത്ത് നിക്കാഹൻ, അപ്പോൾ ഈ പെണ്ണ് പറയാണ് എൻ്റെ നിക്കാഹ് രണ്ടാമത് നടന്നിട്ടുണ്ട്. വങ്കുലാ ഇദ്ദത്തിൻ, ഇദ്ദയും കഴിഞ്ഞിട്ടുണ്ട്. വഹലഫത്ത് അലൈഹിമ, അവൾ അത് രണ്ടും പറഞ്ഞ് സത്യവും ചെയ്താൽ ജാസലി സൗജില്ലവ്വലി നിക്കാഹുഹ, ആദ്യ ഭർത്താവിനെ അവൾ വിവാഹം ചെയ്യാം. വൈലന്ന കിദ്ബഹ, അവൾ പറയുന്നത് നുണയാണ് എന്ന് അയാൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും. എന്തുകൊണ്ട്? പ്രധാനപ്പെട്ട ഒരു ഖായിദ, എന്നൽ ഐബറത്ത ഫിൽ നുഖൂദ്, ഇടപാടുകളിൽ പരിഗണിക്കപ്പെടുന്നത് ബിഖൗലി അർബാബിഹ, അതിൻ്റെ റബ്ബുകളുടെ വാക്കുകൊണ്ടാണ്. ആ ഇടപാടുകൾ നടത്തിയ ആളുകളില്ലേ, അതിനാണ് റബ്ബ് എന്ന് പറയുക. അർബാബ്, റബ്ബുൽ മാലി എന്ന് പറഞ്ഞാൽ പൈസൻ്റെ ഉടമസ്ഥൻ. അതിൻ്റെ ഉടമസ്ഥരുടെ വാക്കാണ് പരിഗണിക്കുക. ഇവളെ നിക്കാഹ് ചെയ്തോണല്ലേ എന്ന് അവളല്ല പറയേണ്ടത്, ഇദ്ദ കഴിഞ്ഞണോ അല്ലേ എന്നല്ല അവളല്ല പറയേണ്ടത്. വലാ ഇബറത്ത് ബിദന്നിൻ ലാ മുസ്തനദ ലഹു, അടിസ്ഥാനമില്ലാത്ത ധാരണകളെ പരിഗണിക്കപ്പെടുന്നതല്ല. അപ്പോൾ ആദ്യത്തെ ഭർത്താവ് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.
ആദ്യത്തെ ഭർത്താവ് നിക്കാഹ് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നതിന് അയാൾക്കെന്താ അടിസ്ഥാനമില്ലല്ലോ, മുസ്തനദില്ലല്ലോ, തെളിവില്ലല്ലോ. അപ്പോൾ തെളിവില്ലാത്ത ശറഈൽ പരിഗണിക്കപ്പെടാത്ത ലന്ന് അല്ലെങ്കിൽ സാക്ഷികൾ വേണം. ഓക്കെ. അപ്പോൾ ഇനി രണ്ടാമത്തെ ആൾ എന്ത് പറഞ്ഞു? വത്ത് ഉണ്ടായിക്കണെന്ന് വാദിച്ചു. വലവിദ്യാർത്ഥിസ്ഥാനി. രണ്ടാമത്തെ ആൾ എന്ത് ചെയ്തു? വത്തീരെ വാദിച്ചു. വൻകറത്തു, അവൾ ഇൻകാർ ചെയ്തു, ഇല്ല എന്ന് പറഞ്ഞു. ലം തഹില്ലലില്ലവരി, അവിടെ ഒന്നാം ഭർത്താവിന് വീണ്ടും അവളെ വിവാഹം ചെയ്യാൻ പറ്റില്ല. വലോ കാലത്ത്, ഇനി അവൾ പറഞ്ഞു ഞാൻ നിക്കാഹൊന്നും കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. എൻ്റെ നിക്കാഹ് ആദ്യത്തെ ഭർത്താവിനെ അവളെ കെട്ടാൻ പോതി. അപ്പോൾ അവൾ പറഞ്ഞു നിക്കാഹ് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൾ എന്ത് ചെയ്തു? ഞാൻ ഉണർന്നതായിരുന്നു, കളവ് പറഞ്ഞതായിരുന്നു, എൻ്റെ നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുക? അയാൾക്ക് കല്യാണം കഴിക്കാം. ഓരോ കാലത്ത് അവൾ പറഞ്ഞു ലം അങ്കിഹ്, ഞാൻ നിക്കാഹൊന്നും ചെയ്തിട്ടില്ല. സുമ്മ കദ്ദബത്ത് നസ, പിന്നെ അവളെ തന്നെ കളവാക്കി എന്ന് പറഞ്ഞാൽ അവളെ ആദ്യവാദം നുണയെന്ന് പറഞ്ഞു. വദ്ദഅത്ത് നിക്കാഹൻ, പിന്നെ എന്ത് ചെയ്തു? നിക്കാഹിനെ വാദിച്ചാൽ ബിശർത്തിഹി, നിക്കാഹിൻ്റെ ഷർത്തുകൾ സഹിതം ആ നിക്കാഹിനെ വാദിച്ചാൽ ജാസറിൽ അവലി നിക്കാഹുഹ ഇൻ സദ്ദഖഹ, അവൾ പറയുന്നത് സത്യമാണെന്ന് അയാൾക്ക് ബോധ്യമുണ്ടെങ്കിൽ, അയാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിക്കാഹ് ചെയ്യാം. മറ്റൊരു മസല, ഇപ്പോൾ രണ്ട് ഭർത്താക്കന്മാരുണ്ടല്ലോ. ഈ തലാഖ് ചൊല്ലപ്പെട്ട പെണ്ണ് ഒന്നാം ഭർത്താവിനോട് പറഞ്ഞു തഹല്ലുലായിക്കണ്. തഹല്ലുലാകാന്ന് പറഞ്ഞാൽ എൻ്റെ വിവാഹം കഴിഞ്ഞ് നിക്കാഹ് കഴിഞ്ഞ് തലാഖ് ചൊല്ലി ഇദ്ദ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അവൾ പിന്മാറി, ഇല്ല ഞാൻ അന്ന് കളവ് പറഞ്ഞതായിരുന്നു. അവിടെ അവളെ വാദം സ്വീകരിക്കുമോ? ഒന്നാമത്തെ ഭർത്താവുമായി വീണ്ടും നിക്കാഹ് നടത്തുന്നതിന് മുമ്പാണെങ്കിൽ സ്വീകരിക്കും, നിക്കാഹ് കഴിഞ്ഞിട്ട് പിന്നെ സ്വീകരിക്കില്ല. വലു അഖ്ബറത്തുഹു, ഈ തലാഖ് ചൊല്ലപ്പെട്ട പെണ്ണ് അയാളോട് പറഞ്ഞു സൗജഹൽ അവല, ഒന്നാം ഭർത്താവിനോട് അന്നഹ തഹല്ലലത്ത്, അവരുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട് എന്ന്. സുമ്മ റജഅത്ത്, പിന്നീട് അവൾ പിന്മാറി. വകദ്ദബത്ത് നഫ്സഹ, അവളെ കളവാക്കി. എന്നാൽ ഖുബിലത്ത് ദഅവാഹ, അവളുടെ വാദം സ്വീകരിക്കപ്പെടും. അഖദിൻ്റെ മുമ്പ് സ്വീകരിക്കപ്പെടും. അലിഹാലിൽ അവലി, ഒന്നാമത്തെ ആളുമായിട്ടുള്ള അവരുടെ നിക്കാഹ് കഴിയുന്നതിന് മുമ്പ് സ്വീകരിക്കപ്പെടും. ഫലാ യജൂസു ലഹു നിക്കാഹുഹ, അഖദിന് മുമ്പാണെങ്കിൽ സ്വീകരിക്കപ്പെടും. അപ്പോൾ പിന്നെ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നിക്കാഹ് ചെയ്യാൻ പറ്റില്ല. അല്ലാ ബഅദഹു, ഒന്നാം ഭർത്താവുമായി വിവാഹം കഴിഞ്ഞതിന് ശേഷം സ്വീകരിക്കപ്പെടില്ല. അലാ യുഖ്ബലു ഇൻകാറുഹ, തഹ്ലീലിനെ നിഷേധിച്ചാൽ സ്വീകരിക്കപ്പെടില്ല. ബഅദ അഖദിൽ അവലി, ഒന്നാമത്തെ ആളുമായിട്ട് വിവാഹം ചെയ്തതിന് ശേഷം. ലഅന്ന റിളാഹ ബിനിക്കാഹിഹി യതളമ്മനുൽ ഇത്റാഫ് വജൂദി തഹ്ലീൽ ഫലാ യുഖ്ബലു മിന്നാ ഖിലാഫു, കാരണം അവിടെ ഒരു ഇഖ്റാർ നടന്നിട്ടുണ്ട് ഇവിടെ. എന്ത്? നിക്കാഹ് ചെയ്യാൻ അവൾ തൃപ്തിപ്പെട്ടല്ലോ, ആ തൃപ്തിയിൽ എന്തുണ്ട്? തഹ്ലീൽ ഉണ്ടായിട്ടുണ്ട് എന്ന് അവൾ സമ്മതിച്ച് പറയലുണ്ട്. അപ്പോൾ പിന്നെ അതിനെതിരെ അവൾ സ്വീകരിക്കില്ല. ലിയന്ന റിളാഹ ബിനിക്കാഹി, നിക്കാഹ് കൊണ്ട് അവൾ തൃപ്തിപ്പെട്ടത് യത്ലമ്മനും അത് ഉൾക്കൊള്ളുന്നുണ്ട്. അല്ലെ ഇത്രാഫ, സമ്മതിച്ച് പറയലിനെ, ബി വുജൂദി തഹ്ലീലി, തഹ്ലീൽ ഉണ്ടായിട്ടുണ്ട് എന്ന അവളുടെ സമ്മതത്തെ അറിയിക്കുന്നുണ്ട്. ഫലാ യഖ്ബലു മിൻഹ, പിന്നെ അവളിൽ നിന്ന് സ്വീകരിക്കപ്പെടില്ല. ഖിലാഫു, അതിന് വിരുദ്ധമായത് സ്വീകരിക്കപ്പെടില്ല. ഇവിടെ വൈൻ സദ്ദഖഹ സാനി, രണ്ടാം ഭർത്താവ് അവൾ പറയുന്നതിനെ ശരിവച്ചാൽ പോലും, വൈൻ സദ്ദഖഹ അസാനി, രണ്ടാം ഭർത്താവ് അവൾ പറയുന്നത് ശരിയാണ്. ഏത്? ഫി അദമി തഹ്ലീലി, ഫി അദമിൽ ഇസാബത്തി, വത്ത് ഉണ്ടായിട്ടില്ല. ഇസാബത്ത് പറഞ്ഞാൽ വത്ത് ഉണ്ടായിട്ടില്ല എന്ന വിഷയത്തിൽ അവൾ, രണ്ടാം ഭർത്താവ് അവിടെ ശരിവെച്ചാൽ പോലും സാദിഖാക്കില്ല. എന്നല്ല ഹക്ക തഅല്ലഖ ബിലബ്നി, കാരണം ഒന്നാമത്തെ ആളുമായിട്ടാണ് ഹക്ക് ബന്ധിച്ചിട്ടുള്ളത്, അല്ലേ? നിക്കാഹ് കഴിഞ്ഞിട്ടാണല്ലേ ഈ വാദം. അപ്പോൾ ഇനി ഒന്നാമത്തെ ആളുമായിട്ട് ഇവിടെ ഹക്ക് ബന്ധിച്ചു കഴിഞ്ഞു. ഫലം തഖ്ദിർഹിയ, അപ്പോൾ ഇനി അവൾക്ക് സാധ്യമല്ല. വലാ മുസദ്ദിഖുഹ, അവളെ വാസ്തവമാക്കുന്ന രണ്ടാം ഭർത്താവിനും സാധ്യമല്ല. അലാ റഫ്ഇഹി, ആ ഹക്കിനെ ഉയർത്താൻ. ഒരു ഹക്ക് സ്ഥിരപ്പെട്ട് കഴിഞ്ഞു, നിക്കാഹ് കഴിഞ്ഞു. ആദ്യം അവൾ പറഞ്ഞു താലൂലൊക്കെ കഴിഞ്ഞതാണെന്ന് പറഞ്ഞിട്ടല്ലേ ഒന്നാമത്തെ ഭർത്താവ് വീണ്ടും അവൾ നിക്കാഹ് ചെയ്തത്. ഇനി എങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് പിന്മാറുക? അത് ശരിയല്ല. അപ്പോൾ അവൾക്ക് സാധ്യമല്ല. വലാ മുസദ്ദിഖുഹ, അവളെ വാസ്തവമാക്കുന്ന രണ്ടാം ഭർത്താവിനും സാധ്യമല്ല. അലാ റഫ്ഇഹി, ആ ഹക്കിനെ ഉയർത്താൻ സാധ്യമല്ല. കമാ അഫ്താ ബിഹി
جمع مشايخنا المحققين. صلى الله وسلم على سيدنا محمد وعلى آله وصحبه أجمعين. الحمد لله رب العالمين. السلام عليكم ورحمة الله.